കരൂർ ദുരന്തത്തിൽ കൂടുതൽ ടി.വി.കെ നേതാക്കളുടെ അറസ്റ്റിന് സാധ്യത. പാർട്ടി ജനറൽ സെക്രട്ടറി എൻ ആനന്ദ് അടക്കമുള്ളവർ ഒളിവിലാണ്. അറസ്റ്റിലായ മതിയഴകനെ അന്വേഷണ സംഘം വിശദമായി ചോദ്യം ചെയ്യും. അതേസമയം സിബിഐ അന്വേഷണം വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ടി.വി.കെ. എൻ.ഡി.എയുടെയും കോൺഗ്രസിന്റെയും പ്രത്യേക സംഘം കരൂർ സന്ദർശിക്കും. പരിക്കേറ്റവരിൽ 7 പേർ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ തുടരുകയാണ്. ഇക്ബാൽ അറക്കൽ കരൂരിൽ നിന്ന് ചേരുന്നുണ്ട്. ഇക്ബാൽ, ഗുഡ് മോർണിംഗ്. ആദ്യം ഈ ടി.വി.കെ നേതാക്കളുടെ അറസ്റ്റ്, കൂടുതൽ പേരുടെ അറസ്റ്റിലേക്കൊക്കെ നയിക്കുന്ന ഒരു സാഹചര്യം അത് ഉടൻ ഉണ്ടാകുമോ? എന്താണ് അതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വിവരങ്ങൾ? ഒപ്പം തന്നെ ഈ സിബിഐ അന്വേഷണം എന്ന ആവശ്യമാണ് വിജയ് അടക്കം ഉന്നയിക്കുന്നത്. ഇതിലൊരു തീരുമാനം, പ്രത്യേകിച്ച് എൻ.ഡി.എ പ്രത്യേക സംഘത്തെയൊക്കെ നിയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിൽ സിബിഐ അന്വേഷണം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ടോ? ഗുഡ് മോർണിംഗ്. അതായത് ഈ വിജയ് പങ്കെടുത്തിട്ടുള്ള കരൂരിൽ വേലുച്ചാമിപുരത്ത് വെച്ച് നടന്ന ഈ ടി.വി.കെയുടെ സംസ്ഥാന പരിപാടി അത് കൃത്യമായി തന്നെ നിയമങ്ങൾ ലംഘിച്ചാണ് സംഘാടകർ നടത്തിയെന്ന് കാണിച്ചുകൊണ്ട് 4 വകുപ്പുകൾ ചുമത്തിയാണ് ഇത്തരത്തിൽ മതിയഴകൻ ഉൾപ്പെടെയുള്ള ടി.വി.കെയുടെ നേതാക്കൾക്കെതിരെ പോലീസ് കേസെടുത്തത്. ഇവർ ഒളിവിൽ കഴിയുന്നതിനിടെ ഇന്നലെ രാത്രിയിലാണ് മതിയഴകനെ ദിണ്ടിഗലിന് സമീപത്ത് വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്തപ്പോൾ കരൂരിലേക്ക് എത്തിച്ചിട്ടുള്ളത്. ഇയാളുടെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ഇന്ന് തന്നെ ചോദ്യം ചെയ്യൽ പൂർത്തീകരിച്ചുകൊണ്ട് മജിസ്ട്രേറ്റ് മുന്നിൽ മതിയഴകനെ ഹാജരാക്കും. അതിനോടൊപ്പം തന്നെ ഈ കേസിൽ പ്രതി ചേർത്തിട്ടുള്ള ടി.വി.കെയുടെ സംസ്ഥാന നേതാക്കളായിട്ടുള്ള ബുസി ആനന്ദ്, അതുപോലെ തന്നെ നിർമ്മൽ കുമാർ എന്നിവരുടെ അറസ്റ്റും ഇന്ന് തന്നെ ഉണ്ടാകുമെന്നുള്ളതാണ് പോലീസിൽ നിന്നും ലഭ്യമാവുന്ന വിവരം. ഇവർ ഒളിവിൽ കഴിയുന്ന പ്രദേശത്തെക്കുറിച്ച് കൃത്യമായി തന്നെ പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നു. ഏതായാലും ഇവരുടെ അരികിലേക്ക് ഉടൻ തന്നെ പോലീസ് എത്തി ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി കരൂരിലേക്ക് എത്തിക്കും. അതിനുശേഷം പിന്നീട് തുടർ നടപടികൾ സ്വീകരിക്കാനാണ് പോലീസിന്റെ നീക്കം. ഗുരുതരമായിട്ടുള്ള വീഴ്ചകൾ ഈ സംഘാടകരായിട്ടുള്ള ഇത്തരത്തിലുള്ള ടി.വി.കെ നേതാക്കളുടെ ഭാഗത്ത് നിന്ന് സംഭവിച്ചു എന്നുള്ളതാണ് ഇന്നലെ തന്നെ എഫ്ഐആറിലും പറഞ്ഞിരുന്നത്. വിജയ് ഈ കരൂരിൽ എത്തുന്നത് തന്നെ 4 മണിക്കൂർ മനഃപൂർവ്വം വൈകിപ്പിച്ചു. മാത്രമല്ല പോലീസ് പല തവണ മുന്നറിയിപ്പ് നൽകിയിട്ടും സംഘാടകർ യാതൊരു രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും ആ മേഖലയിൽ ഒരുക്കിയില്ല. മണിക്കൂറുകൾ കാത്തിരുന്ന ആളുകൾ തളർന്നു വീഴുമ്പോൾ വെള്ളം പോലും നൽകാത്തൊരു സാഹചര്യം സംഘാടകരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അങ്ങനെ സംഘാടകരുടെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള പിഴവുകൾ സംഭവിച്ചെന്ന് കാണിച്ചുകൊണ്ട് 4ഓളം വകുപ്പുകൾ ചുമത്തിയാണ് ടി.വി.കെ നേതാക്കൾക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നത്. ഏതായാലും മതിയഴകൻ ഉൾപ്പെടെയുള്ളവരുടെ മതിയഴകൻ ഇന്നലെ അറസ്റ്റ് ചെയ്തു. മറ്റുള്ളവരുടെ അറസ്റ്റ് ഇന്നുണ്ടാകും. ഏതായാലും മജിസ്ട്രേറ്റിന് മുന്നിലായിരിക്കും മതിയഴകൻ ഉൾപ്പെടെയുള്ളവരെ ഇന്ന് ഹാജരാക്കുക എന്നും പോലീസിൽ നിന്ന് ലഭ്യമായിട്ടുള്ള വിവരം. ഏതായാലും ഇപ്പോഴും ഈ കരൂർ ആൾക്കൂട്ട ദുരന്തത്തിൽപ്പെട്ട് പല ആളുകളും ചികിത്സയിലാണ്. ഇപ്പോഴും 50ഓളം ആളുകൾ വിവിധ ആശുപത്രികളിലായി ചികിത്സയിൽ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഇവർ 7 പേർ തീവ്രപരിചരണ വിഭാഗത്തിലുണ്ട്. 2 പേരെ ഇന്നലെ രാത്രിയോടുകൂടി മധുര മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് വിദഗ്ധ ചികിത്സയ്ക്കായി മാറ്റിയിട്ടുണ്ട്. ഇതിൽ ഒരാളുടെ നില അതീവ ഗുരുതരമാണെന്ന് ഇന്നലെ തന്നെ കരൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഡോക്ടർമാർ അറിയിച്ചതാണ്. ഏതായാലും വിദഗ്ധ ചികിത്സ നൽകുന്നതിന് വേണ്ടിയാണ് മധുര മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ഇവരെ മാറ്റിയിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട വിവരം എന്ന് പറയുന്നത് ഈ കരൂരിൽ നടന്ന ദുരന്തം അന്വേഷിക്കുന്നത് തമിഴ്നാട് സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ള ഏകാംഗ കമ്മീഷണറായിട്ടുള്ള റിട്ടയർഡ് ജസ്റ്റിസ് അരുണ ജഗദീശൻ നേതൃത്വത്തിലുള്ള സംഘം ഇന്നും കൂടുതൽ തെളിവെടുപ്പ് നടത്തും. ഇന്നലെ ഈ ദുരന്തത്തിൽ മരിച്ച പല ആളുകളുടെയും വീടുകളിലേക്ക് എത്തി അരുണ ജഗദീശ് തെളിവെടുപ്പ് നടത്തിയിരുന്നു. അവരുടെയെല്ലാം മൊഴി രേഖപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ആശുപത്രിയിൽ പരിക്കേറ്റ് ചികിത്സയിലുള്ള ആളുകളുടെ കൂടി മൊഴി രേഖപ്പെടുത്തും. അതിനുശേഷം പിന്നീട് വേലുച്ചാമിപുരത്തേക്ക് ഒരു തവണ കൂടി സന്ദർശനം നടത്തിയതിനു ശേഷം അവിടെയുള്ള ആളുകളുമായി അന്നുണ്ടായിരുന്ന ആളുകളുമായി സംസാരിച്ചതിന് ശേഷം എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് അരുണ ജഗദീഷ് ഉൾപ്പെടെയുള്ള സർക്കാർ നിയോഗിച്ചുള്ള അന്വേഷണ കമ്മീഷനും കടക്കുന്നത്. ഏറ്റവും നിർണായകമായിട്ടുള്ള കാര്യം ഇന്നെന്ന് പറയുന്നത് ഇന്നലെ രാഹുൽ ഗാന്ധി വിജയുമായി സംസാരിച്ചിരുന്നു. ഇന്ന് കോൺഗ്രസ് പ്രതിനിധി എന്നോളം കെ.സി. വേണുഗോപാൽ, ACC ജനറൽ സെക്രട്ടറിയായിട്ടുള്ള കെ.സി. വേണുഗോപാൽ ഇന്ന് കരൂരിലേക്ക് എത്തി ദുരന്ത സ്ഥലവും അതുപോലെ തന്നെ പരിക്കേറ്റ് ചികിത്സയിലുള്ള ആളുകളെയും സന്ദർശിക്കുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കാണും. എന്തായിരിക്കും അദ്ദേഹം പറയുക എന്നുള്ളതാണ് ഇപ്പോൾ ആകാംക്ഷയോടെ നോക്കിക്കാണുന്നത്. പക്ഷേ അതായത് കോൺഗ്രസ് ഇന്നലെ വ്യക്തമാണ്. ഇക്ബാൽ അറക്കലാണ് കരൂരിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവച്ചത്.